വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ 5 മാസത്തില് അമ്മയ്ക്കും കുഞ്ഞിനുണ്ടാവുന്ന മാറ്റങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാനിപ്പോ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് എല്ലാം തന്നെ ചെയ്യുന്നത് എന്റെ എക്സ്പീരിയൻസും പിന്നെ ഞാൻ എന്റെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാനിപ്പോ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് 5-ാം മാസമാണ്. ഈ ഒരു 5-ാം മാസത്തില് നമ്മൾ അമ്മമാരുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒപ്പം നമ്മുടെ ബേബിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു 5-ാം മാസത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു 5-ാം മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-ാം മാസത്തിലാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ബേബിയുടെ എല്ലാ ഓർഗൻസും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതോ, നമ്മുടെ ബേബിയുടെ ഓർഗൻസ് ഒക്കെ ക്ലിയർ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ അനോമലി സ്കാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബേബിയുടെ ജെൻഡർ നമുക്ക് അറിയാൻ സാധിക്കും. ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. നമ്മുടെ ഡോക്ടർക്ക് അത് അറിയണ്ടായിരിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് കുഞ്ഞാവണം എന്ന ആഗ്രഹത്തിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വലിയ രീതിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമ്മുടെ കുട്ടിയുടെ ഒരു ജെൻഡർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു മാസമാണ് ഈ ഒരു 5-ാം മാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മന്തും കൂടിയാണ് ഈ ഒരു അഞ്ചാം മാസം എന്ന് പറയുന്നത്. 5-ാം മാസം മുതൽ കുഞ്ഞ് ഫാസ്റ്റായിട്ട് വളരാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ കുഞ്ഞ് കിക്ക് അടിക്കാൻ തുടങ്ങുന്ന ഒരു മാസമാണ് കേട്ടോ 5-ാം മാസം. അപ്പോൾ പലർക്കും പലതരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ രീതിയിലൊരു മിടുപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ടൈം എടുത്തിട്ടാണ് അനക്കം ഫീൽ ചെയ്യുക എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-ാം മാസം ആകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് ഏകദേശം 22 മുതൽ 27 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് ആയിട്ടുണ്ടായിരിക്കും. ഇനി വെയിറ്റ് ആണെങ്കിൽ 250 മുതൽ 350 ഗ്രാംസ് വരെ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ 5-ാം മാസത്തിലാണ് നമ്മൾ അമ്മയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങുക നമ്മുടെ കുഞ്ഞ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും കേൾക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം നല്ല പാട്ടൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതൊക്കെ കുഞ്ഞിനെ കേൾക്കാം, അമ്മയുടെ ഹൃദയമിടിപ്പ് കേൾക്കാം. അപ്പോൾ ഈ ഒരു 5-ാം മാസം മുതൽ അവരതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് ലെയർ കുഞ്ഞിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ആഗിരണം ചെയ്യുന്നുണ്ടാവും. അതൊരു ഫാറ്റി പ്രൊട്ടക്റ്റ് ലെയർ ആണ്. അത് 5-ാം മാസത്തിൽ മുഴുവനായിട്ട് ഫില്ലായിട്ട് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ ഹെയർ, ഐബ്രോസ്, ഐലാഷ് ഇതൊക്കെ തന്നെ വളരുന്നൊരു സമയമാണ് കേട്ടോ. 5 മാസം ഇനി അമ്മയുടെ ശരീരത്തിലാണെങ്കിൽ വയറ് വ്യക്തമായിട്ട് കാണും, വെയിറ്റ് ഗ്രാജുവലി കൂടും, നടുവേദന, കാൽമുട്ട് വേദന, ചിലർക്കാണെങ്കിൽ കാലിൽ നീര് വരുന്ന അവസ്ഥ, ഇതെല്ലാം കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഈ 5-ാം മാസം മുതൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അയൺ റിച്ച് ഫുഡുകൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഡെയിലി പ്രോട്ടീൻ എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഒപ്പം ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. ഒപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതോടൊപ്പം നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യുക. ജങ്ക്സ് ഫുഡ്, അതുപോലെ നല്ല രീതിയിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിർബന്ധമായിട്ട് സ്ലോ വാക്കിങ്, ഒപ്പം മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാക്കിങ്ങും യോഗയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ കാണുന്ന ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അതുപോലെ തന്നെ 5-ാം മാസത്തിൽ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും ഇടതുവശം തന്നെ ചെരിഞ്ഞ് കിടക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ പില്ലോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് കംഫർട്ടാവും. അപ്പോൾ ഇടതുവശം ചേർന്ന് കിടന്നാലാണ് നല്ല രീതിയിൽ നമ്മുടെ ബേബിക്ക് ബ്ലഡ് ഫ്ലോ കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഡോക്ടർ വിസിറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ ബേബിയും നമ്മളും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഡേയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫീലിങ്സാണ് അനുഭവിക്കുന്നുണ്ടാവുക. എന്നിരുന്നാൽ പോലും നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന ഓരോ ചേഞ്ചും മാറ്റങ്ങളും നമ്മൾ ഫീൽ ചെയ്യുക. അത് നല്ലൊരു കുഞ്ഞു ജീവന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബായ്.